H-1B വിസയുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തെ പിന്തുണയ്ക്കുന്ന മാഗ അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക വിഭാഗക്കാർക്കിടയിൽ എതിർപ്പിനിടയാക്കിയതോടെ കൂടുതൽ വിശദീകരണവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ചില പ്രത്യേക കഴിവുകളുള്ള തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് ആവർത്തിച്ച ട്രംപ് അവർ അത് പഠിച്ചെടുക്കുന്നതുവരെ നിലനിർത്തണമെന്നും പറയുന്നു. അമേരിക്ക തങ്ങളുടെ ചിപ്പ് നിർമ്മാണ ശേഷി തായ്വാനെ പോലുള്ള രാജ്യങ്ങൾക്ക് കൈമാറിയെന്നും ഇത് മണ്ടത്തരമായി പോയെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളുകളെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ടെന്ന് ട്രംപ് പറയുന്നു. വിദേശികൾ വന്ന് ജോലി ചെയ്യാനും പരിശീലനം നേടാനും ശേഷം അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാനും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. H-1B വിസയുമായി ബന്ധപ്പെട്ട പുതിയ നിലപാടിനെക്കുറിച്ച് ട്രംപ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളിവിടെ അധികം ചിപ്പുകൾ നിർമ്മിക്കുന്നില്ല, എന്നാൽ ചിപ്പുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന് ഞങ്ങളുടെ ആളുകളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങൾ അത് ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ ആ ബിസിനസ് മണ്ടത്തരത്തിൽ തായ്വാന് കൊടുത്തു. അതേസമയം താരിഫുകൾ കാരണം ചിപ്പ് നിർമ്മാതാക്കൾ അമേരിക്കയിലേക്ക് തിരിച്ചു വരികയാണെന്നും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിലെ ഭൂരിഭാഗം ചിപ്പ് നിർമ്മാണവും അമേരിക്കയ്ക്ക് ലഭിക്കുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ട്രംപിന്റെ H-1B വിസ നിലപാട് മാഗ വിഭാഗക്കാർക്കിടയിൽ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. അമേരിക്കക്കാർക്ക് കഴിവില്ലെന്ന ട്രംപിന്റെ പരാമർശം അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്ന് അവർ വിമർശിച്ചു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് H-1B വിസ പ്രോഗ്രാമിന് അനുകൂലമായി സംസാരിച്ചതാണ് മാഗ വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ചില പ്രത്യേക മേഖലകളിൽ അമേരിക്കക്കാർക്ക് കഴിവില്ലാത്തതിനാൽ H-1B കുടിയേറ്റക്കാർ അത്യാവശ്യമാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയിൽ കഴിവുള്ളവർ ധാരാളമുണ്ടെന്ന് അവതാരക തിരുത്തിയെങ്കിലും അമേരിക്കക്കാർക്ക് ചില കഴിവുകളില്ലെന്നും ആളുകൾ പഠിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു. അഭിമുഖത്തിൽ ജോർജിയയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഹ്യുണ്ടായി പ്ലാന്റിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിനെ കുറിച്ചും ട്രംപ് പരാമർശിച്ചിരുന്നു. വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ ഒഴിവാക്കുന്നത് സങ്കീർണമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെ ബാധിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ബാറ്ററി പ്ലാന്റിൽ നിന്ന് നൂറുകണക്കിന് ദക്ഷിണ കൊറിയൻ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയ സംഭവമാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ട്രംപിന്റെ വിശദീകരണത്തിലും മാഗ വിഭാഗത്തിന് തൃപ്തിയില്ലെന്നാണ് സൂചന. കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് H-1B വിസ ഉടമകളെ ആവശ്യമുണ്ടെന്ന ട്രംപിന്റെ വാദം തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. രാജ്യത്തുടനീളം ചിപ്പ് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൽ നൂതന ഗവേഷണവും ഉൽപാദനവും ഉൾപ്പെടുന്നു. വളരെ കുറഞ്ഞ H-1B വിസ ഉടമകളുമായാണ് അത് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ H-1B വിസ ഉടമകളും തായ്വാനികളും ഇന്ത്യക്കാരും അല്ലേ അദ്ദേഹം ചോദിച്ചു. ട്രംപിന്റെ H-1B വിസ നിലപാട് അസംബന്ധമാണെന്നാണ് മറ്റൊരാളുടെ പ്രതികരണം. അമേരിക്കക്കാർക്ക് ഈ നിർമ്മാണ സാങ്കേതിക ജോലികൾ നിറവേറ്റാൻ കഴിവില്ലെന്നും H-1B വിസയിലൂടെ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുമെന്നും ട്രംപ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വിദ്യാർത്ഥി വിസയെന്നും അദ്ദേഹം ചോദിച്ചു. വിദേശ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാനായി ഏകദേശം 5 വർഷത്തെ പരിശീലനം നൽകുന്നുണ്ട്. എന്നാൽ അമേരിക്കക്കാരെ പരിശീലിപ്പിക്കാൻ വളരെ സമയമെടുക്കുമെന്നും പറയുന്നു. പുറത്തുനിന്നുള്ളവരെ പരിശീലിപ്പിക്കുന്നതിന് പകരം അമേരിക്കക്കാരുടെ പരിശീലനത്തിന് പണം നൽകിയാൽ പോരെയെന്നും അദ്ദേഹം ചോദിക്കുന്നു.